തനിയെ കത്തിയതല്ല, ഗോദ്രയിൽ കത്തിച്ചതാണ്. ഓടുന്ന തീവണ്ടിയല്ല, ഓടിക്കൊണ്ടിരുന്ന തീവണ്ടി ചങ്ങല വലിച്ചു നിർത്തി അതിൽ പെട്രോൾ ഒടിച്ച് കത്തിച്ചതാണ്. അതാണ് ഗോദ്ര സംഭവം. അത് പറയത്തില്ല. ആ 2002 ഫെബ്രുവരി 27 രാവിലെ 8:30 ഗോദ്രയിലെ തീവണ്ടി സബർമതി എക്സ്പ്രസ് തീ കൊളുത്തപ്പെട്ടത്. 23 പുരുഷന്മാർ, 15 സ്ത്രീകൾ, 20 കുഞ്ഞുങ്ങൾ. നിങ്ങൾ കുഞ്ഞുങ്ങൾ ശൂലം ഭ്രൂണം എന്നൊക്കെ പറയുന്നുള്ളൂ. 20 കുട്ടികൾ പച്ചയ്ക്ക് കത്തിപ്പോയി. 15 സ്ത്രീകൾ തീപ്പന്തങ്ങളായി എരിഞ്ഞിറങ്ങി. 23 പുരുഷന്മാർ. അതാണ് ഗോദ്ര. പ്രതികൾ മുഴുവൻ ഗഞ്ചി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ്. വിഭാഗക്കാർ മുസ്ലിങ്ങളെ ഗഞ്ചി മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നവരാണ്. ഗോദ്ര പ്ലാറ്റ്ഫോമിൽ കച്ചവടക്കാർ മുഴുവൻ മുസ്ലിങ്ങളാണ്. ഉമർജി പറഞ്ഞു, ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിർത്തുമ്പോൾ കച്ചവടക്കാർ മുസ്ലിങ്ങളാണ്. അവരെന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രകോപനം ഈ ട്രെയിനിലുള്ള ആളുകളുമായിട്ട് ഉണ്ടാക്കണം. പ്രത്യേകിച്ച് S6 കോച്ചിൽ വരുന്നത് അയോധ്യയിൽ പോയിട്ട് മടങ്ങുന്ന ആളുകളാണ്. ആ കോച്ചുമായി പ്രശ്നങ്ങൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തു. തലേന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് ഈ ട്രെയിൻ അവിടെ നിർത്തിയപ്പോൾ സ്വാഭാവികമായും ആ ട്രെയിനിൽ നിന്ന് ആളുകൾ ജയ് ശ്രീറാം വിളിക്കുകയും ഭജന ചൊല്ലുകയും ചെയ്തു. ഞങ്ങൾക്കിത് ശല്യമാണ് എന്ന് പറഞ്ഞ് ആ മുസ്ലിം കച്ചവടക്കാർ തലേന്നുണ്ടാക്കിയ പ്ലാൻ അനുസരിച്ച് ഇവരുമായി കശപിശ ഉണ്ടാക്കുന്നു. അൻവർ കലന്തർ എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ട്. അയാളാണ് കൃത്യം ഫാദിയ സിഗ്നലിലെത്തിയപ്പോൾ ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തിയത്. ട്രെയിൻ അവിടെ നിന്നു. അയാളുടെ 500-ലേറെ ആളുകൾ നിരന്തരം ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു. 20 പേരെയാണ് ഓപ്പറേഷൻ തെരഞ്ഞെടുത്തത്. 20 പേർ ട്രെയിൻ ആക്രമിച്ചു, അകത്ത് കയറി. 6 പേർ ട്രെയിനിന്റെ വെസ്റ്റിബ്യൂൾ തകർത്ത് അകത്ത് കയറിയിട്ട് പെട്രോൾ ഒഴിച്ചു. അങ്ങനെയാണ് ഈ തീവണ്ടി മനഃപൂർവ്വം ആക്രമിച്ചത്. ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല. 200ഓളം ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്.